അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക പച്ചടിയാണ്. അതെങ്ങനെയാണെന്ന് അമ്മ ഇപ്പൊ കാണിക്കാം. പാവയ്ക്ക 2 പാവയ്ക്കായ അമ്മ എടുത്തേക്കുന്നത്. ചെറിയ പാവയ്ക്ക ആയതുകൊണ്ട്. വലിയ നീളമുള്ള പാവയ്ക്കാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പാവയ്ക്ക എല്ലാം കുരു കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ കനം കുറച്ച് അരിയണം. അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരണം. മെനിയെല്ലാം അങ്ങനെ അരിയട്ടെ പാവയ്ക്ക. പാവയ്ക്ക എല്ലാം തന്നെ ഇതുപോലെ അരിഞ്ഞ് കനം കുറച്ച് ഇതുപോലെല്ലാം കനം കുറച്ച് അമ്മ എല്ലാം അരിഞ്ഞ 2 പാവയ്ക്കായി. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരാം. തീ കത്തിച്ച് ഒരു പാൻ അടുപ്പയിലോട്ട് വെക്കാം. ചൂടാകട്ടെ. അതുപോലെ കട്ടി കുറച്ച് പാവയ്ക്ക അരിയണം. ഒത്തിരി അങ്ങ് കട്ടി കുറയുകയും ചെയ്തരുത്, ഒത്തിരി കട്ടിയാകരുത്. നമുക്കിത് നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. പൊടിഞ്ഞൊന്നും പോകാതെ കുഴഞ്ഞൊന്നും പോകാതെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാകണം പാവയ്ക്ക പച്ചടി, എന്നാലേ രുചിയുള്ളൂ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രമേ എണ്ണ എടുക്കാവൂ. എണ്ണ ചൂടാകട്ടെ, എന്നിട്ട് നമുക്കിടാം. എണ്ണ ചൂടായി നമുക്കിനി കുറേശ്ശെ പാവയ്ക്കായിട്ട് വറുത്ത് പോരാം. പാവയ്ക്കായിൽ വെള്ളമയം ഒന്നും ഉണ്ടാകരുത്, അല്ലേ നമ്മൾ പാവയ്ക്ക ഇടുമ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വെള്ളമയോ പാവയ്ക്ക കഴുകി കഴിഞ്ഞിട്ട് പാവയ്ക്ക ഒന്ന് തുടച്ചെടുത്ത് ടിഷ്യൂ പേപ്പറോ വല്ലതും വെച്ച് തുടച്ചെടുത്താലും നല്ലതാ. അല്ലെങ്കിൽ വെള്ളം തോന്നിട്ട് അരിഞ്ഞാലും മതി. വെള്ളം അല്ലേ നമ്മൾ എണ്ണയ്ക്കകത്തോടെ ഇടുമ്പോഴത്തേനങ്ങ് പൊട്ടിത്തെറിക്കും. അത് വരാതിരിക്കാൻ അങ്ങനെ കുറേശ്ശെ ഇട്ട് വറുത്ത് പോരാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല തീ ഇച്ചിരി കുറച്ച് നമ്മൾ വേണം ഇത് വെക്കാന്. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാല് കുറവങ്ങ് കരിയും. നമുക്ക് ഉള്ളു മൂത്ത് കിട്ടണം. അതങ്ങനെ തീ ഇച്ചിരി പയ്യെ ഇട്ട് കുറച്ചിട്ട് നമുക്കത് വറുത്ത് കോരാം. നമ്മുടെ പാവയ്ക്ക എല്ലാം തന്നെ നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇച്ചിരി അങ്ങോട്ട് നമ്മൾ മെനക്കെട്ട് കഴിയുമ്പോഴത്തേനും അത് നല്ല തീയൊന്ന് കുറച്ച് ഉള്ളുവെല്ലാം മൂത്ത് നല്ല പരുവത്തിനായി വരും. കുറേശ്ശെ ഇട്ട് നമ്മളേറെ പാവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് മൂപ്പിച്ചാൽ മതി. അല്ലെ ഒത്തിരി എണ്ണ ഒഴിക്കാമെങ്കിൽ നമുക്ക് ഉപ്പേരി വറുക്കുന്ന പോലെ കോരിയെടുക്കാം. ഇപ്പൊ ഒത്തിരി എണ്ണ നമുക്ക് പോകത്തുമില്ല. കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് നമുക്ക് വറുത്തിഞ്ഞെടുത്താൽ മതി. നമുക്കിനി പാവയ്ക്ക കോരിയെടുക്കാം. പാവയ്ക്കയെല്ലാം അത് കോരി അമ്മ എടുത്തു. ഇനി അമ്മ കുറച്ചുകൂടെ ഉണ്ട് അവിടെ ഇടാം. മൂക്കട്ട് ഇതും കൂടെ മുത്തുകോരിയിട്ട് ഇവിടെ 2ാമതിട്ട പാവയ്ക്കായും കോരാറായി. പിന്നെ എല്ലാം കോരിയെടുക്കാം.
പാവയ്ക്ക എല്ലാം തന്നെ അമ്മ കോരിയെടുത്തു. ഇനി നമുക്കിതിന് അരപ്പ് റെഡിയാക്കിയെടുക്കാം. തേങ്ങായും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിനി ആ പച്ചടിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം. ഒരു 3-4 സ്പൂണ് തേങ്ങയ്ക്ക് മതി, ഒത്തിരി തേങ്ങ വേണ്ട നമുക്കതിന്. അമ്മ എത്ര എടുത്തിട്ടുള്ളൂ. 3 പച്ചമുളക്, ഇച്ചിരി കടുക്, ഒത്തിരി കടുക് വേണ്ട, ശകലം കടുക്. ഇനി നമുക്കിതൊന്ന് അരച്ചോണ്ട് അതിന് മുമ്പായി നമുക്കൊരു സ്പൂണ് തൈര് ഒഴിച്ചരയ്ക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. നമ്മുടെ പച്ചടിക്ക് വെള്ളം അധികം വേണ്ട, വെള്ളം ഒട്ടും വേണ്ട. അരച്ചോണ്ട് വരാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കട്ട തൈരെടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പൊക്കെ ഒന്ന് മാറി ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതിൽ കടുക് താളിച്ച് കൊടുക്കണം. ഇനി കടുക് താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പയിലേക്ക് വെക്കാം. പാനൊന്ന് ചൂടാകട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് കടുകിടാം. ഇനി ചുവന്ന മുളക് ഇടാം എണ്ണക്കകത്തോട്ട്. നമ്മുടെ പച്ചടി റെഡിയായി. ഇത് നല്ല രസമാണ് സദ്യയുടെ കൂടെയൊക്കെ. ഇതൊരു നമ്മുടെ സദ്യ സ്റ്റൈലാണ്. നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പച്ചടിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. വീട്ടിൽ പക്ഷെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം വെളുത്തുള്ളിയും ജീരകവും ഒക്കെ അരയ്ക്കത്തില്ലേ, ഇതിൽ അതൊന്നുമില്ല. പച്ചമുളക് മാത്രം, ഇച്ചിരി കടുവ് മാത്രമേ അമ്മ അരച്ചിട്ടുള്ളൂ. ഇത് ഇങ്ങനെയാണ് കല്യാണങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും സദ്യയുടെ കൂടെയൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.